Hi friends, welcome back. Samsung Galaxy S23 FE series three color variants are in this detailed video. Initial glimpse we have shared with you. That's the main part. You share it. So, this is എല്ലാ വശങ്ങളും വിശദമായിട്ട് പറയാണ് ഒപ്പം തന്നെ ഇത് ആർക്കൊക്കെ എടുക്കാം അതേപോലെ ഇത് ആർക്കൊക്കെ ഒഴിവാക്കണം അതായത് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അടക്കം ഇത് ആർക്കുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം സോ മുഴുവൻ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യാം ആദ്യം നമുക്ക് ഈ ഫോണുകളുടെ അൺബോക്സിംഗ് അത് എങ്ങനെയാണെന്ന് ഇവിടെ കാണാം വളരെ പെട്ടെന്ന് തന്നെ കാണിക്കാം മൂന്ന് ഫോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് സാധാരണ ബോക്സിൽ വന്ന ഫോണുകളാണ് അത് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് മാറ്റി വെക്കാം ബോക്സിനകത്ത് ചാർജിംഗ് കേബിളും സിം ടൂളും ഡോക്യുമെന്റേഷനും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബട്ട് ഒരു ബോക്സ് മാത്രം നമുക്ക് വലുതായിട്ടാണ് വന്നത് ആ വലിയ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും ചെറിയ ബോക്സ് തന്നെ അത് ഓപ്പൺ ചെയ്ത് ഫോൺ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ സോ അപ്പോൾ അൺബോക്സിങ്ങിന്റെ കാര്യങ്ങൾ കണ്ടല്ലോ ഇനി ഈ ഫോണുകളുടെ കളറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസൈനും കളറും നിങ്ങൾക്ക് ഇവിടെ കാണാം മൂന്ന് കളർ മൂന്നും നല്ല രസമുണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കാണാനൊക്കെ ഭംഗിയുണ്ട് എന്തായാലും ഈ ഫോണിന്റെ കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇനീഷ്യൽ വീഡിയോയിൽ ആ ഇവന്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് അതിൽ പറയാത്ത കുറേ കാര്യങ്ങളാണ് അതായത് ക്യാമറ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഇംപ്രൂവ്ഡ് ആയ ബെറ്റർ ക്വാളിറ്റി സെറ്റപ്പ് ആണ് പുതിയ ക്യാമറ സെറ്റപ്പ് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ആണ് സപ്പോർട്ട് ചെയ്യുന്നത് OIS-ഉം VDIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സ്റ്റെബിലൈസേഷൻ ഒക്കെ നല്ല രീതിക്ക് ഉണ്ടെന്ന് സാരം മെയിൻ ക്യാമറയിൽ 8K 24 FPS വരെ ഷൂട്ട് ചെയ്യാം ഈ വീഡിയോ 4K വീഡിയോ ആണ് ഇതിൽ 8K കാണിച്ചിട്ട് ഒരു കാര്യമില്ല 4K വീഡിയോയുടെ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് 4K വീഡിയോ ഈ ഒരു ക്യാമറ കൊണ്ട് നൈസായിട്ട് ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ 8K 24 FPS ഷൂട്ട് ചെയ്യാം ഇത് ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ് എങ്ങനെയുണ്ട് ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക മൈക്കിൻ്റെ സൗണ്ട് എൻ്റെ ഈ DT മൈക്കിൽ നിന്നാണ് കേൾക്കുന്നത് നമുക്കതൊന്ന് മാറ്റാം ഓക്കെ ഇപ്പൊ ഇത് ഫോണിന്റെ മൈക്കിലൂടെ ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാണ് റൂമിനകത്താണ് അതിന്റെ ഒരു എക്കോ ഉണ്ടാവും അതല്ലാണ്ട് ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് നോക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നൈറ്റോഗ്രാഫി സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് ഇനി ഇതിന്റെ സെൽഫി ക്യാമറ 10 മെഗാപിക്സലാണ് ഇതിൽ നമുക്ക് 4Kയിൽ 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം ആ സാമ്പിളാണ് ഈ കാണുന്നത് നല്ല ക്വാളിറ്റിയിൽ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ക്യാമറ വേണം ഒരു ഫോണിൽ എന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ആ സംഗതി തീർച്ചയായിട്ടും ഉണ്ട് ഫോട്ടോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫോട്ടോസ് നല്ല മെയിൻ ക്യാമറ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നല്ല ക്വാളിറ്റി ഫോട്ടോസ് വരുന്നുണ്ട് OIS സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത് ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂവും കാണുന്നില്ല സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സെൽഫീസ് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ തരുന്നുണ്ട് പിന്നെ പോർട്രേറ്റിലൊക്കെ കുറെ കൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സോ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറ പ്രത്യേകിച്ച് പരാതിയൊന്നും പറയാനില്ലാത്ത തരത്തിലുള്ള നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് എന്നാൽ ഇനിയുള്ള ഓരോ ഭാഗങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഡിസ്പ്ലേ സാംസങ്ങിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബെസ്റ്റ് ക്വാളിറ്റി ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് 6.4 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത് HDR10+ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് DCI-P3 കളർ റേഞ്ച് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട് 1450 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് മുൻപത്തെ വെർഷൻ ഉപയോഗിച്ചിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡ് ആണെന്ന് പറയാം ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ബ്രൈറ്റ്നസ് ലെവലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് ചെറിയൊരു സാമ്പിൾ കേട്ട് നോക്കാം അപ്പോൾ അതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കാണിക്കാൻ വിഷൻ ബൂസ്റ്റർ പോലുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഡിസ്പ്ലേ നിങ്ങൾ കാണുന്ന തരത്തിലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നെറ്റ്ഫ്ലിക്സിൽ HDR നോൺ എന്ന് കാണിക്കുന്നു അത് മാത്രമേ എനിക്ക് പിടികിട്ടിയില്ല അതെന്താ അങ്ങനെയെന്ന് ഒരുപക്ഷെ അപ്ഡേറ്റിൽ ശരിയാവുമായിരിക്കാം അല്ലേ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ HDRൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ മിസ്സിംഗ് ഉണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ ഭാഗത്ത് ആകെ എനിക്കൊരു കുഴപ്പം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേയുടെ ബെസിൽസ് കണ്ടോ സാധാരണ ഈ പ്രൈസ് റേഞ്ചിലെ ഫോണുകളിലൊക്കെ ബെസിൽസ് വളരെ കുറഞ്ഞ രീതിയിലാണ് കാണാൻ സാധിക്കുക പക്ഷേ ഇതിൽ അത് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഇവിടെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലുക്ക് എനിക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി അതാണ് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾക്ക് ഇത് തോന്നിയോ ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ S21 FE വേരിയന്റ് ഉപയോഗിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് കംപ്ലീറ്റ് അപ്ഗ്രേഡ് ആണ് കാരണം ഇത് പുതിയ S സീരീസിന്റെ അതേ സ്റ്റൈലിലുള്ള ഫ്ലോട്ടിംഗ് ക്യാമറ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഗ്ലാസ് ഡിസൈൻ വരുന്ന ഒരു സെറ്റപ്പാണ് ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5 പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു അലുമിനിയം ഫ്രെയിം അത് ഒരു തരം പ്രത്യേക മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു സംഭവം ഒരു പ്രത്യേക ഫിനിഷ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കുന്നു മൊത്തത്തിൽ ആ ഒരു ഫോൺ S21 FE ഉപയോഗിച്ച ആൾക്കാരെ സംബന്ധിച്ച് ഇത് കംപ്ലീറ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കയ്യിൽ പിടിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. 8.2 mm ആണ് തിക്നെസ് വരുന്നത്, 209 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്, IP68 വാട്ടർ റേറ്റിംഗ് അടക്കം വരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ്റെ ഭാഗത്ത് എല്ലാ നല്ല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൻ്റെ പല ബട്ടൺസും കാര്യങ്ങളും ഒക്കെ റീസൈക്കിൾഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. സോ ഇപ്പോൾ ഇവിടെ ഡിസൈൻ വൈസ് തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സീരീസിൻ്റെ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ ഇതും ഇഷ്ടമായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കിയാൽ 4500 mAh ബാറ്ററിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ ഫോണൊന്നുമല്ല, ഒരു ഡീസൻറ്റ് സൈസുള്ളൊരു ഫോണാണ്. അതുകൊണ്ട് ബാറ്ററി ലൈഫിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഈ 2-3 ദിവസം ഞങ്ങളത് കൊണ്ടുവരുന്ന എല്ലാവരും മാറി ഉപയോഗിച്ചിട്ടും അങ്ങനെ വല്ലാണ്ടൊരു ബാറ്ററി ഡ്രെയിനിങ് ഉള്ളതായിട്ട് തോന്നിയില്ല. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അതും അവർ ചാർജർ തരുന്നില്ല, അതും പോട്ടെ, അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ടെന്ന് വെക്കാം. പക്ഷേ 25 വാട്ടിന് അവർ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് വിളിക്കുന്നത് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സോ അതൊഴിച്ച് ബാക്കി എല്ലാം സെറ്റപ്പാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി നല്ല ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാമല്ലേ? കാലമൊക്കെ ഒരുപാട് മുമ്പോട്ട് പോയി, ഇവർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അതെന്തോ ഈ വലിയ ബ്രാൻഡുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് അത്ര വേണ്ട എന്ന് അവർ വിചാരിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ ലോജിക്ക്? സേഫ്റ്റി ആയിരിക്കുമോ? ഇനി ഈ ഫോണിൻ്റെ അടുത്ത കുഴപ്പം പിടിച്ച ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് വഴി വിമർശിച്ച ഭാഗത്തേക്ക്, അതായത് Exynos 2200 എന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ആ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ പലരും ഇങ്ങനെയല്ല അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചരിച്ചിരിക്കുന്നത്. ഞാനിതിവിടെ പറയുന്നില്ല. എന്തായാലും അത് കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. എന്തായാലും ആ ഒരു പ്രോസസ്സർ 4nm ടെക്നോളജിയിലാണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിൽ കൂളിംഗ് സെറ്റപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇത്തവണ. അത് കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ റേ ട്രേസിംഗ് പോലുള്ള കാര്യങ്ങൾ ഗെയിമിങ്ങിലും കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവർ പറയുന്നത് ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയാണെന്നാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. കോൾ ഓഫ് ഡ്യൂട്ടി ഞാനിവിടെ കളിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഒരു പ്ലെയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഈ രീതിയിലൊക്കെ കളിക്കാം. അസ്ഫാൾട്ട് 9 ഞാനിതിലിട്ട് അതും കളിച്ച് നോക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ഓടിപ്പോകുന്നുണ്ട് കാറൊക്കെ, ഒരു വിഷയമില്ല. പിന്നെ BGMI അതും ഞാൻ കളിച്ചു. സ്മൂത്ത് എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സാധാരണ കളിക്ക് ഈ ഫോണിൽ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇതാണ് ഗെയിമിംഗ് ഫോൺ എന്നല്ല പറയുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് ആരൊക്കെ എടുക്കണം ആരൊക്കെ എടുക്കണ്ട എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുമെന്ന്. നിങ്ങളുടെ ഉദ്ദേശം ഒരു ഗെയിമിംഗ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്ററായ ഒട്ടനവധി ഫോണുകൾ ഇവിടെ കിട്ടാനുണ്ട്. 8 Gen 2 വെച്ചുകൊണ്ട് തന്നെ കിട്ടാനുണ്ട്. സോ നിങ്ങൾ അതൊക്കെ നോക്കുക. നിങ്ങൾക്കുള്ളതല്ല ഈ ഫോൺ. പിന്നെ ഈ ഫോൺ ആർക്കുള്ളതാണ്? ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ഫോൺ. അതായത് ഓൾറൗണ്ടർ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ഫോൺ ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. എന്നാൽ അത് ഈ വിലയ്ക്ക് കിട്ടുകയും വേണം. 50,000 താഴെ കിട്ടുകയും വേണം. ഓഫറിൽ ഇതിന് 49,999 ഇതിൻ്റെ പ്രൈസ്. സോ ആ വിലയ്ക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിലെല്ലാം ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം ഈ ഫോണിൽ One UI 5.1 എന്ന UI ആണ് വരുന്നത്. വളരെ സ്മൂത്തായ, വെൽ ഒപ്റ്റിമൈസ്ഡ് ആയ, ഒരു റിഫൈൻഡ് ആയ ഡീസൻറ്റ് UI ആണ്. ഒരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്താണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇവർ തരുന്നുണ്ട്. പ്ലസ് സ്മാർട്ട് സ്വിച്ച് പോലുള്ള ഫീച്ചറുകൾ, അതേപോലെ സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ സെക്യൂർ ഫോൾഡർ പോലുള്ള സംവിധാനങ്ങൾ. ഒരു ഫോണിൽ തന്നെ 2 ഫോണായിട്ട് രീതിയിലൊക്കെ ഉപയോഗിക്കാൻ, സേഫ്റ്റി ആയിട്ട് ഫയൽ എടുത്ത് വയ്ക്കാനുള്ള സംവിധാനം. പിന്നെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് പോലുള്ള ഫീച്ചറുകൾ നേറ്റീവായിട്ട് തന്നെ വരുന്നുണ്ട്. സാംസങ് ഡെക്സ് സപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മറ്റ് മോണിറ്ററുകളിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. സാംസങ് വാലറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാർഡുകളും ബാങ്ക് കാർഡ് അടക്കം ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ പേയ്മെന്റ് നടത്താൻ അടക്കം പറ്റുന്ന ഒരു പാക്കാണ് ഇതിന്റെ സാംസങ് വാലറ്റ് എന്ന് പറയുന്ന സംവിധാനം. അതും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് തുടങ്ങിയ എല്ലാ ടെക്നോളജികളും ഇതിനകത്ത് വരുന്നുണ്ട്. USB 3.2 Gen 1 തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരു സ്മാർട്ട് ഫോണിൽ വേണ്ടുന്ന ഒരുവിധം എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. നിങ്ങൾ ഹൈ പെർഫോമൻസ് അല്ല നോക്കുന്നത്, ഡീസൻറ്റ് പെർഫോമൻസ് മതിയെങ്കിൽ ബാക്കി എല്ലാം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ പറയുന്നത്. ഈ രീതിയിൽ ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള ഫോണാണ്. നിങ്ങളാണ് ഈ ഫോൺ എടുക്കേണ്ട ആൾ. ഇങ്ങനെ പറയുമ്പോൾ കണ്ണും പൂട്ടിയെടുത്തോ എന്നല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോഴും ഇതിനകത്ത് ചില കംപ്ലയിൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുള്ളത്, ഇതിൻ്റെ Exynos വേരിയൻറ്റ് വരുമ്പോൾ അതിൽ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതായിട്ട് ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ ഇത്തരത്തിലുള്ള ഇഷ്യൂ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, S21 ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, 1 FE ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ അവിടെയൊക്കെ വല്ല പ്രശ്നമുണ്ടോ എന്ന്. കാരണം എനിക്ക് പ്രശ്നമില്ല, ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂവേ ഇല്ല. ഈ ഫോണിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ല, പക്ക സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്യൂ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള ചുറ്റുപാടത്തെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. നിങ്ങളുടെ അടുത്ത് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഓൾറൗണ്ടർ ഫോണാണ്. എന്നാലും കൊടുക്കുന്ന കാശിന് കംപ്ലീറ്റ് മുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊരു മുതലൊന്നും അല്ല. പിന്നെ സാംസങ്ങിൻ്റെ ഈ ഒരു സീരീസിൻ്റെ ലുക്കും കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാം കൂടി ചേർത്തി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതല്ലേ ശരി? നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കിയാൽ താഴെ സ്പീക്കർ ഗില്ല്, മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ഡുവൽ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മുകളിലാണ് സിം ട്രേ വരുന്നത്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിൻ്റെ വില 8 GB RAM 128 GB സ്റ്റോറേജിന് അവർ 60,000 ഇട്ടിരിക്കുന്നത്. പക്ഷേ ഓഫറിൽ ഇപ്പോൾ നമുക്കത് 49,999 കിട്ടും.
ആ വിലയ്ക്ക് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ രീതിയിൽ ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഫോണായിരിക്കും. അതും നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് മതിയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 60,000 രൂപയ്ക്ക് ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് പോയിട്ട് എനിക്ക് നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം അത്രയും കൊടുക്കുന്ന നേരത്ത് നമ്മളൊരു 15,000 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ S23 കിട്ടും. അതിൻ്റെ ഈ ഒരു ഫാൻ എഡിഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവിടെ നമുക്ക് 8 Gen 2ൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അവിടെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 50 രൂപ താഴെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നല്ല ഫോണായിട്ട് തോന്നുന്നു. അതാണ് S23 FE സീരീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഇത് ആമസോണിലും Samsung.com-ലും റീറ്റെയിൽ ഷോപ്പുകളിലും എല്ലാം കിട്ടും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. സോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാ വശങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.